ഹരി ഓം തത്സത്. എല്ലാവർക്കും നമസ്കാരം. ക്രിയായോഗയെക്കുറിച്ച് ഇപ്പോഴും കേരളത്തിലെ വിവിധ മതത്തിൽപ്പെട്ട ഭക്തജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള അറിവ് ഇല്ലാത്തതുകൊണ്ട് ചുരുക്കത്തിൽ ഒരു വിശദീകരണം നൽകാം. നമ്മുടെ ശരീരത്തിലെ 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സാണ് ബാഹ്യ വിഷയങ്ങളിലേക്ക് അലസമായി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മനസ്സിനെ ഇന്ദ്രിയങ്ങളിലേക്ക് നയിക്കുന്നത് പ്രാണനാണ്. എന്നാൽ പ്രാണന്റെ യഥാർത്ഥ ധർമ്മം ആത്മാവിനെ അഥവാ ഈശ്വരനെ അറിയുക എന്നുള്ളതാണ്. കാരണം ഈശ്വരൻ്റെ ശ്വാസമാണ് നമ്മുടെ ശ്വാസം. ഈ പ്രാണനെ നമ്മുടെ മസ്തിഷ്കത്തിലിരിക്കുന്ന ആത്മാവുമായി ബന്ധിപ്പിക്കുന്ന അതിദിവ്യമായ യോഗവിദ്യയാണ് ക്രിയായോഗ ധ്യാനം. പ്രാണനെ ബാഹ്യമായ ലൗകിക വിഷയങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഈശ്വരൻ്റെ ശ്രീകോവിലുകളായ മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂരക, അനഹത, വിശുദ്ധി, ആജ്ഞ ചക്രങ്ങളിലൂടെ സഹസ്രാരത്തിലെത്തിച്ച് സഹസ്രതല പത്മത്തെ പരിശുദ്ധമാക്കി ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടദേവതാ മന്ത്രത്തിലൂടെ അഥവാ പ്രണവത്തിലൂടെ ധ്യാനിച്ച് സവിതർക്ക, സവിചാര, സനന്ദ, സസ്മിത, സവികൽപ്പ, നിർവികൽപ്പ സമാധികളിലൂടെ പരബ്രഹ്മത്തെ അറിയുന്നതാണ് ക്രിയായോഗ ധ്യാനം. ക്രിയായോഗ വളരെ ലളിതമാണ്. മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും അവതാരമായ മഹാവതാർ ബാബാജി തൻ്റെ പ്രിയ ശിഷ്യനും കാശി വിശ്വനാഥൻ്റെ അവതാരവുമായ ലാഹിരി മഹാശയനിലൂടെ മാനവരാശിയുടെ ആത്മീയ ഉന്നമനത്തിനു വേണ്ടി ഉപദേശം നൽകിയ ദിവ്യമായ യോഗവിദ്യയാണ് ക്രിയായോഗ. ധ്യാനമാണ് ഈശ്വരൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിലേറ്റവും ഉന്നതമായ മാർഗമാണ് ക്രിയായോഗ ധ്യാനം. ദേവി ഉപാസനയ്ക്ക് താന്ത്രിക മാർഗങ്ങളെക്കാൾ ഏറ്റവും സുരക്ഷിതവും ശ്രേഷ്ഠവുമായ മാർഗമാണ് ക്രിയായോഗ ധ്യാനം. ഭഗവാൻ ശിവനെയും ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും മുരുകനെയും ഗണപതിയെയുമെല്ലാം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ മാർഗമാണ് ക്രിയായോഗ ധ്യാനം. ഭക്തിജ്ഞാന കർമ്മ രാജയോഗങ്ങളുടെ സമന്വയമാണ് ക്രിയായോഗ. ബാഹ്യമായി ചെയ്യുന്ന പൂജകളോ യാഗങ്ങളോ യജ്ഞങ്ങളോ അല്ല ഈശ്വരനെ ആകർഷിക്കുന്നത്. മറിച്ച് മനുഷ്യർ അവരുടെ ബാഹ്യവും ആന്തരികവുമായ ഇന്ദ്രിയ വാഞ്ചകളെ ഈശ്വരനിൽ ഹോമിച്ച് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തുന്ന യഥാർത്ഥ അഗ്നിഹോത്രമാണ് ക്രിയായോഗ ധ്യാനം. ഭൂമിയിൽ ഈശ്വരകൽപ്പനയാൽ നിയോഗിക്കപ്പെട്ട ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൽ നിന്നാണ് ക്രിയായോഗ പഠിക്കേണ്ടത്. ഒരു ഗുരുവിൽ നിന്ന് ക്രിയായോഗ പഠിക്കുന്നത് പൂർവജന്മ സുഹൃതവും പുണ്യവുമാണ്. സാക്ഷാൽ പരമഹംസ യോഗാനന്ദൻ പോലും സമാധിലാഭം നേടിയത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ യുക്തേശ്വരഗിരിയുടെ നേരിട്ടുള്ള അനുഗ്രഹം കൊണ്ടാണ്. കാരണം മൺമറഞ്ഞുപോയ ഗുരുക്കന്മാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഒരു സാധകൻ സവികൽപ്പ സമാധിയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് ഒരു ഗുരുവിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും അനിവാര്യമാണ്. ക്രിയായോഗയുടെ പ്രത്യേകത ഗുരുവിൽ നിന്നും സ്വീകരിച്ച വിദ്യ സ്വപ്രയത്നം കൊണ്ട് ഒരാൾക്ക് ഈശ്വര ദർശനം സാധ്യമാകുമെന്നുള്ളതാണ്. ഈശ്വരനെ അറിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അങ്ങനെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ അസാധാരണമായ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജീവിത വിജയത്തിലേക്ക് നയിക്കുന്ന ക്രിയായോഗയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ നമഃ പുരസ്താദ പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവദ ഏവ സർവ. ഹരി ഓം തത്സത്.